കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് കടുത്ത ശൈത്യത്തെ പ്രതിരോധിക്കാൻ തീ കൂട്ടി പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചയായി മലയോര മേഖലകളിൽ ശൈത്യവും മഞ്ഞുവീഴ്ചയും രൂക്ഷമാണ്. വയനാടുമായി അതിരിടുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്താണ് അതിശൈത്യവും മഞ്ഞുവീഴ്ചയും. ഒരാഴ്ചയായി അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട്. തെരുവുകളിൽ തീ കൂട്ടിക്കാഞ്ഞാണ് പ്രദേശവാസികൾ ശൈത്യത്തെ പ്രതിരോധിക്കുന്നത്. ഉണങ്ങിയ വിറകും ചപ്പുകളും ഉപയോഗിച്ചാണ് തീയിട്ടുകായ. മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രഭാത സവാരിക്കെത്തുന്നവർക്ക് തണുപ്പിന് മറികടക്കാനായി പ്രഭാത സവാരി കൂട്ടായ്മയായ മുക്കം വാക്കിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് തീയിട്ട് കായാനുള്ള സൗകര്യമൊരുക്കിയത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര തണുപ്പുണ്ടായിട്ടില്ലെന്നാണ് പ്രഭാത സവാരിക്കാരുടെ അനുഭവ സാക്ഷ്യം. നമ്മള് മലയോര മേഖലയിലും അതിശക്തമായ ശൈത്യമാണ്. രാവിലെ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു തണുപ്പ് കിട്ടിയില്ല. വളരെ ഒരു 3-4 ദിവസമായിട്ട് പ്രത്യേകിച്ചും വളരെ മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു വലിയ തണുപ്പ്. അതിരാവിലെ എഴുന്നേൽക്കൊന്നും നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ തണുപ്പാണ്. മലയോര മേഖലയായ കക്കാടംപൊയിൽ, പൂവാറന്തോട്, പുല്ലൂരമ്പാറ എന്നിവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരുടെ ശരീരം മരവിച്ചു പോകുന്നതിനാൽ ജാഗ്രത വേണം. കാല് കോച്ചിപ്പോയിന് രാത്രി പൂളിൽ ഇറങ്ങിയിട്ട്, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് കാല് കോച്ചിപ്പോയിട്ട് കാരണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്, അതീവ ശൈത്യമാണ് ഇപ്പം എല്ലാ മേഖലയിലും. പ്രത്യേകിച്ച് പൂവാറന്തോട്, ആനക്കാമ്പൊയിൽ, കക്കാടംപൊയിൽ ഈ ഭാഗത്തൊക്കെ വളരെ ശൈത്യമാണ്, അതിശൈത്യം തന്നെയാണെന്ന് പറയാം. കടുത്ത മഞ്ഞും തണുപ്പും കാരണം പനി, ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങളും മലയോര മേഖലയിൽ വ്യാപിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.